ഇന്റലിജൻസ് കോക്ക്. ലോനപ്പാ എന്തേട്ടോ ഉണ്ട് നോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ. ഇനി വിഷയത്തിലേക്ക് വരാം. എന്താടാ കാര്യം പറ. കുറേ നാളുകളായിട്ട് കുറെ പട്ടികൾ, എടാ പട്ടികളെ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എടാ പട്ടികളെ ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കണം, തെളിവ് കാണിക്കണം, തെളിവ് കാണിക്ക്, തെളിവ് കാണിക്കേ. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. അന്തമട്ടഹാസം, അന്തലംഗം, അംഗം അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഐ എം ചാലഞ്ചിങ് യു, മൈ ഔട്ട്കേറ്റ് ഈസ് ആഫ്റ്റർ യു. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. പിന്നെ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. പറയൂ നീ? പറയും പറയോ? പറയും. സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എടാ, ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് അന്തമട്ട. എടാ മാധവേ, എന്തോ ഞാൻ മയിരേ, അയ്യോ പാവം, പോട്ടെ പോട്ടെ. ഇതാരാ? അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാ. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിക്കും. നീ എന്ത് തേങ്ങ കാണിച്ചോ ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാന എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ, എൻ്റെ ധ്യാൻകുട്ടൻ, ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഈ താടിക്കാരൻ ഇനി അങ്ങോട്ട് നോക്കണ്ട, ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുവേനെന്ന് പറഞ്ഞാൽ മതി.